ചേർക്ക ഞാൻ കല്യാണത്തിന് വന്നാന്നേ ഒരു തൊഴിലെന്റെ സുഖം പഠിച്ചോനെ വെറുതെ എന്ത് കഷ്ടം കല്യാണത്തിന് കേട്ടില്ല ഈ ചേർക്കാൻ. ആരവിടെ കിടന്ന് ഒച്ചുണ്ടാക്കുന്ന ആരാ? ആരോഗ്യ കിടത്തിൽ ആരവിടെ കിടന്ന് ഒച്ചുണ്ടാക്കുന്നേ? വലിയ കഷ്ടം ഒരു കല്യാണം നടത്താൻ പറ്റുന്ന. ആഹാ, ആമിനത്താത്തയായിരുന്നാ? എന്തായിരുന്നു പുറകില് ബഹളം? പടച്ചോനെ എന്തായി നിക്കണ നിപ്പ് കണ്ട. അത് പോട്ടെ ആമിനത്താത്ത, കല്യാണം വിളിച്ചിട്ട് ഇപ്പോഴാണല്ലോ വരുന്നത്. എടാ കല്യാണം വിളിച്ച് വരാൻ സമയം ഉണ്ടായില്ല. എന്ത് പറ്റി? ബീരാൻകാർ ഒരു വരെ സ്ഥലം വരെ പോയതല്ലേ. എന്റെ പൊന്നിത്ത, ബീരാനിക്കയുടെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ഒരു കാര്യം ഓർത്തത്. അതെ, ബീരാനിക്ക് ഇടയ്ക്ക് എന്താ ബീരാൻക ഇവിടെ വന്നിട്ടുണ്ട്. ബീരാനിക്ക് വന്നിട്ടുണ്ടോ? ഇതുവരെ ബീരാൻക നല്ലത് ബീരാൻഖാൻ ആരും നേരിട്ട് കണ്ടിട്ടില്ല. ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ പക്ഷെ എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ബീരാനത്താണ്ട് കഴിഞ്ഞ വർഷം അതാണ്ട് ഒളിമ്പിക്സിൽ ബോക്സിങ്ങിന് പോയെന്നോ? പക്ഷെ വളരെ മോശമായ തോൽവിയായി പോയി. കാര്യം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്ര മോശമായ ഒരു തോൽവി ആരും തോറ്റിട്ടില്ലെന്നുള്ളതാണ്. ബീരാൻക തോറ്റു. ബീരാൻക തോറ്റതല്ലടാ, പിന്നെ നിലംപരിശായി പോയതാ. ആ ബീരാനിക്ക നിലംപരിശാവുകയായിരുന്നു. ഇത്ര സത്യത്തില് ഈ ബോക്സിംഗ് റൗണ്ട് എത്ര റൗണ്ട് ഉണ്ടായിരുന്നു മത്സരം? ബോക്സിംഗ് ആകെ 4 റൗണ്ടേഴ്സ്. 4 റൗണ്ടേഴ്സ്, 4 റൗണ്ട് ഉണ്ടായിരുന്നു. 4 റൗണ്ട്. അപ്പൊ ആദ്യത്തെ റൗണ്ടിൽ ആര് ജയിച്ചത്? ആദ്യത്തെ റൗണ്ടിൽ അവൻ ജയിച്ചു. അപ്പൊ രണ്ടാമത്തെ റൗണ്ടിൽ ആര് ജയിച്ചു? ബീരാൻക തോറ്റു. അപ്പൊ മൂന്നാമത്തെ റൗണ്ടിലോ? അവൻ ജയിച്ചു. നാലാമത്തെ റൗണ്ടിലോ? പുള്ളിക്കാരൻ തോറ്റു കൊടുത്തു. സത്യം പറഞ്ഞ 4 റൗണ്ടിലും ബീരാനിക്ക തോറ്റതല്ല, പിന്നെ ഫെയിലായി പോവുകയായിരുന്നല്ലേ. ഇത്ത ഞാൻ വേറൊരു കാര്യം അറിഞ്ഞല്ലോ. ബീരാനിക്ക ഈ റിംഗിലേക്ക്, ബോക്സിംഗ് റിംഗിലേക്ക് എടുത്ത് ചാടുകയായിരുന്നു. അത് വല്ല സത്യാവസ്ഥ ഉണ്ടോ? എടുത്ത് ചാടിയതാ. പരിപാടി കാണാൻ പോയ മനുഷ്യനാ ആരങ്ങോട്ട് എടുത്ത് എറിഞ്ഞതാണോ? അപ്പൊ ബീരാനിക്ക് എതിർത്ത ആളെങ്ങനെ ഉണ്ടായിരുന്നു? അവന് ആളൊന്നല്ല മോനെ, ഒരു മാതിരി ബിരിയാണി ചെമ്പിന്റെ പോലത്തെ ഒരു മനുഷ്യൻ. അത് ശരി. അത് പോട്ടെ, ഈ ആദ്യത്തെ ഇടി ആരാ ഇടിച്ചത്? ആദ്യത്തെ ഇടി അവനടിച്ചു. അവനിടിക്കായിരുന്നു. ഒരു മാതിരി 800 പൗണ്ടിന്റെ ഒരു ഇടി അങ്ങോട്ട് കിട്ടി. കിട്ടാ വായിച്ച പുള്ളിക്കാരൊരു കറക്കം കറങ്ങി. ശരി, കറക്കം കറങ്ങി നോക്കുമ്പോണ്ടാ മൂക്കിൽ കൂടെ ഒരു സാധനം പറഞ്ഞു. എന്ത്? തലച്ചോറ്. വിക്സിന്റെ പഴക്കണ പോലെ അടച്ചു മോളിലേക്ക്. എന്നിട്ട് പറയണ്ട മോനെ, 4ാമത്തെ ഇടി പിന്നെ അവൻ തുടങ്ങിയില്ല. എങ്ങനെ ഘടം വെച്ചടിക്കണ പോലെ അടി. അവസാനം പുള്ളിക്കാരൻ കൈ ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ട്, എന്റെ പൊന്നു സഹോദര, ജീവിക്കാൻ മാർഗമില്ലാണ്ട് വന്നതാണ് എന്ന് പറഞ്ഞ കാൽക്കലൊറ്റ വീഴ്ച വീണു. അത് ശരി. അപ്പൊ കല്ലി നിർത്തി കഴിഞ്ഞ പകുതി കെട്ടിവെച്ചതിന്റെ പകുതി കാശ് കിട്ടും. അപ്പൊ ഈ ബീരാനിക്കയുടെ കോച്ചൊന്നും ഇല്ലായിരുന്നു? കോച്ചാ അവൻ ഒറ്റ പുള്ളിക്കാരൻ ഈ നിലക്കാക്കിയത്. ബീരാനിക്ക് എവിടെ കിടന്ന് മരണവെപ്രാളം അടിക്കുമ്പോ എന്താ ചെയ്യാ? അത് പോട്ടെ. അപ്പൊ ഈ കോച്ച് അപ്പൊ ബീരാൻ കൂടെ പോയെന്നുള്ള കാര്യം ആർക്കും അറിയാൻ പാടില്ലേ? ബീരാൻകട കൂടെ പോയതല്ല, പിന്നെ അവൻ മറ്റവന്റെ കളി കാണാൻ വേണ്ടി വന്നാ. അത് ശരി. അപ്പൊ ബീരാനിക്കൊന്ന് കാണാൻ പറ്റും? ഒന്ന് വിളിച്ച ബീരാനിക്കൊന്ന് കാണട്ടെ. ബീരാൻക്ക് പതക്കം നിർത്തി. സിനിമാഭിനയം തുടങ്ങിയാള്. ബീരാനിക്ക സിനിമയിലൊന്ന് പോയി തമാശ പറയലടാ. പിന്നെ നീ വടക്കം ബീരാനെ കണ്ടില്ല? വടക്കം ബീര കഥ. വടക്കം ബീര മമ്മൂട്ടി നായകൻ, നല്ല പടമാണെന്ന് ബീരാനിക്ക ഇല്ലല്ലോ. അതില് മമ്മൂട്ടി എന്തുട്ടാ അഭിനയിച്ചേക്കണേ? എന്ത് പറ്റി? ഒരു മാതിരി ഷേപ്പില്ലാത്ത മനുഷ്യൻ. എടാ ഈ ബീരാൻകാട് വടിവത്ത ശരീരം കണ്ടിട്ടേ മനുഷ്യൻ കൂടെ വന്ന് എന്നാ ചന്തു. എന്താ ചന്തുവിന്റെ നിപ്പും വടിവത്ത്. അതുപോട്ടെ, ബീരാനിക്ക് ഒന്ന് കാണാൻ പറ്റും? ഇപ്പൊ ബീരാൻകാരനെ വിളിക്കാം. അതെ, പടത്തിന്റെ പേരെന്താന്നറിയോ? പടത്തിന്റെ പേരെന്താ? ബീരാൻ ചന്തു. സംവിധാനം ആരാ? സംവിധാനം ഹൈദ്രോസ്. അപ്പൊ എഴുതിയത് ഇബ്രാഹിം കുട്ടിയാണല്ലേ. അപ്പൊ ഒന്ന് കാണട്ടെ, ബീരാനിക്ക് ഒന്ന് കാണട്ടെ. ഒന്ന് വിളിച്ച ബീരാനിക്കനെ. മനുഷ്യ, നിങ്ങളുടെ പെർഫോമൻസ് കാണാൻ ആൾക്കാർ വന്നേക്കണ ഇവിടെ. ഈ പാട്ടാരാ പറഞ്ഞറിയോ? ആരാ പാടുന്നേ? നമുക്കവിടെ മാറി ബീരാനിക്ക പോട്ടെ. പഠിക്കോ. പുത്തൂരം വീട്ടിൽ ജനിച്ച ബീരാൻ പൂപോലഴകുള്ളോനായിരുന്നു. ആണത്തത്തോടെ വളർന്ന ബീരാൻ അംഗം ജയിച്ചവനായിരുന്നു. മുത്തു കടഞ്ഞ കതിർമുഖവും ശംഖു കടഞ്ഞ കഴുത്തഴകും ആലില കൊത്തോരണി വയറും പൂണൂൽ പരിചൊത്ത പൂഞ്ചുണങ്ങും പൊക്കിൽ കുഴിയും പൂറവടിവും. എന്താ വടിവത്ത ശരീരം! പൊന്നേല സിട്ട മണിയരെയും അംഗത്തഴമ്പുള്ള പാദങ്ങളും പാദങ്ങൾ കൊത്ത മെതിയടിയും. മെതിയടിയും പുത്തൂരമ്പി. എന്താ മനുഷ്യന്റെ നിപ്പ് നോക്കി നീ കണ്ട?
ഇതെന്താ കാണിച്ചത്? ഇതാണ് ഡാൻസ്.